റോഷിയും നന്നായിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളി. സിനിമ അടിപൊളിയായിരുന്നു. നല്ല കോംബോ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചിയുടെ മുമ്പില് പാർവതി എന്താ പറയാ നിഷ്പ്രഭമായി എന്ന് വേണമെങ്കിൽ പറയാം. ഫീമെയിൽ ഓറിയന്റഡ് കണ്ടന്റ് ആയിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. ആ ലൈഫായിട്ട് വളരെ എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയായിരുന്നു. നല്ല പടമായിരുന്നു. ഇല്ല, അങ്ങനെ സ്ത്രീപക്ഷ സിനിമകൾ 2024 കുറവായിരുന്നു എന്നുള്ള പൊതുവെ ഒരു അഭിപ്രായത്തിന് കറക്റ്റ് ഒരു മറുപടിയാണ്. അടിപൊളി സിനിമയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര നല്ല കണ്ടന്റാണ്, നല്ല സ്റ്റോറിയാണ്, നല്ല ഇമോഷൻസ് ആണ്. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കും അതെ അടിപൊളിയാണ്. രണ്ടുപേരും ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അങ്ങനെ ഒരു സിനിമ ഫീൽ നമുക്ക് കിട്ടത്തില്ല. ഭയങ്കര റിയലിസ്റ്റിക് എൻഗേജിങ് ആണ്. പറ്റും, അതായത് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും. കാരണം റിലേഷൻഷിപ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം എന്താ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ എന്തെങ്കിലും അതെ പുറത്തു വരുന്ന നല്ല സിനിമയാണ്, കണ്ടിരിക്കേണ്ട സിനിമയാണ്. പോരായിരുന്നു. ആക്ച്വലി ഇതൊരു സാഡ് മൂവിയാന്നാ വിചാരിച്ച ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ. പക്ഷേ ഇത് അവരതിനകത്ത് കരയുന്നുണ്ട്, പക്ഷെ നമുക്ക് ചിരിയാ വരുന്നത്. അവര് കുറെ ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറെ കണ്ടന്റ്സ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ലൈക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും എത്തിയിട്ടില്ല, ആരുടെ അടുത്തേക്കും എത്തിയിട്ടില്ല. കുറെ ആക്ടിങ് കുഴപ്പമില്ലായിരുന്നു. ബട്ട് മൊത്തത്തിൽ ഐ മീൻ ആരും കരഞ്ഞോണ്ട് ഇറങ്ങില്ല, ചിരിച്ചോണ്ട് ഇറങ്ങുള്ളൂ. ഫീൽ ആവുന്നില്ല. അവർ ഉദ്ദേശിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് വരുന്നില്ല, ഒട്ടും വരുന്നില്ല.